ഇന്ന് നമ്മൾ പറയുന്നത് പ്രയാഗ്രാജിലെ കുംഭമേളയെക്കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മതസമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്ന സ്ഥലം. ഹിന്ദു പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ഇതിന്റെ റൂട്ട്സ്. ഗംഗ, യമുന, പുരാണ, സരസ്വതി നദി എന്നിവയുടെ സംഗമസ്ഥാനം ഇവിടെയാണ്. ഇവിടെ കുളിക്കുന്നത് വളരെ പരിശുദ്ധമായും പരിപാവനമായും ഹിന്ദുക്കൾ കരുതുന്നു. ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. പുരാണ ഉത്ഭവപ്രകാരം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഹിന്ദു പുരാണത്തിലെ സമുദ്രമഥന കഥയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ദേവന്മാരും അസുരന്മാരും അമർത്യതയ്ക്കു വേണ്ടിയിട്ട്, ജരാനരകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അമൃത് ലഭിക്കുവാനുള്ള ഉപായം ആലോചിച്ചപ്പോൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത് സമുദ്രത്തെ പാലാഴിയായി കണ്ടുകൊണ്ട് അതിനെ കടഞ്ഞ് അമൃതുണ്ടാക്കാമെന്നുള്ള ഒരു വിദ്യയാണ് അവർക്കത് ബോധ്യമായത്. അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടി ഒന്നായി ചേർന്നിട്ട് ഈ സമുദ്രത്തെ കടയുവാൻ ആരംഭിക്കുന്നു. അവർക്ക് അവരുടെ പ്രവൃത്തിയുടെ ഫലമായി അമൃത് ലഭിച്ചപ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടായി. അതിന്റെ ഫലമായി അമൃതിന്റെ തുള്ളികൾ 4 സ്ഥലങ്ങളിൽ വീണു എന്ന് പറയപ്പെടുന്നു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവിടങ്ങളിലാണ് ആ ദിവ്യ അമൃതിന്റെ തുള്ളികൾ വീണത്. അവ പിന്നീട് കുംഭമേളയുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറി എന്നാണ് ഐതിഹ്യം. ഈ കുംഭമേളയ്ക്ക് ചരിത്രപരമായിട്ട് ചില പരാമർശങ്ങൾ കൂടി ലഭ്യമാണ്. പലതും ഉണ്ടെങ്കിലും ആദിശങ്കര ഭഗവാൻ 8-ാം നൂറ്റാണ്ടിൽ പുനർക്രമീകരിച്ച കുംഭമേളയാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത്. ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് 7-ാം നൂറ്റാണ്ടിൽ താൻ പ്രയാഗ്രാജിൽ ഒരു മഹത്തായ മതോത്സവം കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുംഭമേളയുടെ ആദ്യകാല പരാമർശമാണിതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കാണുന്ന പോലെ കുംഭമേളയുടെ ഘടനാപരമായ സംഘടനയ്ക്ക് കാരണക്കാരൻ ആദിശങ്കരാചാര്യരാണ്. അദ്ദേഹം ഹിന്ദു സന്യാസി സമൂഹങ്ങളെ പുനഃസ്ഥാപിക്കുവാനും അഖാഡകൾ, അതായത് സന്യാസിമാരുടെയും സന്യാസിനികളുടെയും ഗ്രൂപ്പുകളെ ഉണ്ടാക്കുകയും അവയെ ഈ ഉത്സവവുമായി യോജിപ്പിക്കുകയും ജനപ്രിയമാക്കുകയും ചെയ്തു. ഇനി പ്രയാഗ്രാജിലെ കുംഭമേളയുടെ ആത്മീയ അർത്ഥതലങ്ങൾ കൂടി പറയാം. 3 പുണ്യ നദികളുടെ പേരുകൾ 3 നാഡികളെ കുറിക്കുന്നു. ഇവയുടെ തുല്യമായ ചേർച്ചയാണ് കുംഭകം എന്ന് പറയുന്നത്. ഗംഗ എന്ന ഇടാനാഡിയും യമുന എന്ന പിൻഗലാനാഡിയും സരസ്വതി എന്ന രഹസ്യനാഡിയും ഒന്നിക്കുന്ന ഇടമാണിത്. ഓരോ മനുഷ്യന്റെയും ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണതയാണ് ഈ സംഭവം. അത് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ നടക്കുന്ന ഉത്സവമാണ്. സരസ്വതി നദിയായ കുണ്ടലിനി ഭൂമിക്ക് ഉള്ളിലുണ്ടെന്നും അത് രഹസ്യമായി ഈ സംഗമത്തിൽ ചേരുന്നു എന്നും ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഈ 3 നദികളിൽ സരസ്വതിയെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുവാൻ കാരണം. സരസ്വതി നദിയായ ഈ കുണ്ടലിനി ശക്തിയെ ആർക്കും കാണാൻ കഴിയില്ലെങ്കിലും അത് അവനവന്റെ ഉള്ളിൽ അനുഭവിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ കാരണം. അതുകൊണ്ടാണ് സരസ്വതി നദി നമുക്ക് ഉള്ളിൽ ഈ കുംഭമേളയിൽ 2 നദികളുടെ സംഗമസ്ഥാനത്ത് 3ാമതായി സരസ്വതി ദേവി ഭൂമിക്കടിയിൽ കൂടി വന്നു ചേരുന്നു എന്ന് പറയപ്പെടുന്നത്. 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ഫലമാണിത്. വ്യാഴം എന്ന ഗുരുവും സൂര്യൻ എന്ന ജീവനും മനസ്സായ ചന്ദ്രനും ഒന്നിക്കുന്ന ഒന്നായും ജ്യോതിഷികൾ ഇതിനെ കാണുന്നു. ആയതും അവനവന്റെ ഉള്ളിൽ നടക്കുന്ന സംഗമത്തെയാണ് ഈ കുംഭമേള കുറിക്കുന്നത്. 4 തരം കുംഭമേളകൾ ഉണ്ട് പൊതുവെ. മഹാകുംഭമേള എന്നാൽ പ്രയാഗ്രാജിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. അർദ്ധകുംഭമേള എന്നാൽ 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു. മാഘമേള, അതായത് ചെറിയ കുംഭമേള എന്നറിയപ്പെടുന്നത് മാഘമാസത്തിലെ, അതായത് ഉദ്ദേശം ജനുവരി മുതൽ ഫെബ്രുവരി ഉള്ള മാസങ്ങളിൽ നടക്കുന്ന ചെറിയ മേളയാണ്. പൂർണ്ണ കുംഭമേള എന്നാൽ പറയപ്പെടുന്നത് 144 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. അതായത് അടുത്ത് ഒരു പൂർണ്ണ കുംഭമേള ഇനി നടക്കണമെങ്കിൽ അത് ഏകദേശം 2135 ആകും. ഈ കുംഭമേളയുടെ ആത്മീയവും സംസ്കാരവുമായ പ്രതിഭാസങ്ങളെയാണ് ഇവിടെ ഞാൻ കുറിച്ചത്. ഇത് സന്യാസിമാരെയും സന്യാസിനിമാരെയും പണ്ഡിതന്മാരെയും സാധാരണ ഭക്തരെയും സദാ ആകർഷിച്ചു പോകുന്നു. ഉള്ളിലുള്ള ആന്തരിക ശുദ്ധീകരണവും പ്രാർത്ഥനകളും പ്രബുദ്ധതയും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സമയമായി ഹിന്ദുക്കൾ ഈ പാരമ്പര്യ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു. കുംഭമേളയിൽ അടങ്ങിയിരിക്കുന്ന ഇന്നർ മീനിങ് അഥവാ ആന്തര അർത്ഥമാണ് ഞാനിവിടെ പറഞ്ഞത്. കുംഭമേളകളെക്കുറിച്ചുള്ള മറ്റൊരു വീക്ഷണം കൂടിയാണിത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക്
പങ്കുവയ്ക്കാം. ആരും അറിവിൽ പൂർണ്ണരല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ചുരുക്കുന്നു.